കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ 5 ദിവസം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തെക്കൻ കേരളത്തിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. യെല്ലോ അലർട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. പക്ഷേ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലും റെഡ് അലർട്ടുള്ള ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി പെയ്യുന്ന മഴ, അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് മഴ വ്യാപകമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ 27-ാം തീയതി ഒരു ന്യൂനമർദ്ദ സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. അതുകൂടി രൂപപ്പെട്ടാൽ അതിൻ്റെ സ്വാധീനത്താൽ കൂടി മഴ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അടുത്ത ഒരു 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ നാളെയോടുകൂടി കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് കാലവർഷക്കാറ്റ് സജീവമായി കേരള തീരത്ത് ലഭിച്ചു തുടങ്ങിയാൽ കാലവർഷം എത്തിയെന്ന് ഔദ്യോഗികമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇനി തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറയാം. തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും അതായത് പുലർച്ചെയും വൈകുന്നേരങ്ങളിലും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 10 മണി കഴിഞ്ഞാൽ, പകൽ സമയത്ത് ഒരു 10 മണി മുതൽ ഒരു ഉച്ച വരെ മഴ ഒരു അല്പം ശമിപ്പിക്കുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പേടിക്കേണ്ട കാര്യം കാറ്റാണ്. ശക്തമായ കാറ്റ് പലയിടത്തും വീശുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 42 വീടുകളാണ് മരം കടപുഴകി വീണൊക്കെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിലോ മരങ്ങൾ വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ താമസിക്കുന്നവർ സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഒപ്പം തന്നെ MLA-മാരും യോഗം വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അദ്ദേഹം കളക്ടർമാരുമായി സംസാരിക്കും. എന്നിട്ട് 12 മണിക്ക് ശേഷം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ സന്ദർശിച്ചതിന് ശേഷം ശരി ഹരി, എന്തായാലും വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. സർക്കാർ അതിൻ്റെതായ സംവിധാനങ്ങൾ നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരും ഒക്കെയായി സംസാരിച്ച് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം